ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ താരൻ ഒറ്റ യൂസിൽ തന്നെ മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരൊറ്റ യൂസിൽ തന്നെ താരനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. താരൻ മാറുന്നത് കൂടാതെ മുടി പൊട്ടി പോകുന്നത് തടയാനും മുടിയൊക്കെ നന്നായിട്ട് വളരാനും ഒക്കെ ഈ ഒരു ഹെയർ പാക്ക് സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് തൈരാണ്. തൈരിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആണ് താരൻ മാറാനും തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്നത്. അതുകൂടാതെ കൂടുതൽ അളവിൽ പ്രോട്ടീനും ഫാറ്റി ആസിഡും കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആക്കാനും മുടിക്ക് നല്ല തിളക്കം ഉണ്ടാവാനും ഇത് സഹായിക്കും. പിന്നെ തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡും പ്രോട്ടീനും ഒക്കെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് നറിഷ് ചെയ്യാനും ഹെയർ റൂട്ട്സ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പുതിയതായിട്ട് മുടികൾ വളർന്നു വരാനും മുടിയുടെ വളർച്ച വേഗത്തിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഗുണങ്ങൾ തൈരിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആര്യവേപ്പാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യത്തെ യൂസ് തന്നെ താരൻ മാറിക്കിട്ടുള്ളൂ. ചിലരൊക്കെ പൊടി വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ താരൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ആര്യവേപ്പ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഒരുവിധം എല്ലാ വീട്ടിലും ഇപ്പോൾ ആര്യവേപ്പൊക്കെ ഉണ്ട്. അപ്പോൾ 2-3 തണ്ടിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനൊരു 3 തണ്ട് ആര്യവേപ്പാണ് ഇതിനായിട്ട് എടുത്തത്. പിന്നെ ഇല നമ്മൾ തൈരിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ച് നന്നായി തുടച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിതിവിടെ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു തൈരിലേക്ക് ആര്യവേപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രം മതി നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ. ഇനി ഇത് തൈരിൽ കുറച്ച് സമയത്തേക്ക് സോക്ക് ചെയ്ത് വെക്കണം. ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇത് തൈരിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ അത്രയും സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതിനുശേഷം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തൈരിൽ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായി സോക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആര്യവേപ്പ് താരനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ്. ആര്യവേപ്പിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളാണ് താരൻ മാറാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ സ്കാൽപ്പും ഹെയർ ഫോളിക്കിളും നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കാനും ഹെയർ ഫോളിക്കിൾസ് സ്ട്രെങ്തൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അകാലനര തടയാൻ സഹായിക്കും. ആര്യവേപ്പിൽ വൈറ്റമിൻ ഇയും ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ ഡ്രൈ ആവാതെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കും. അതുകൂടാതെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും തലയിലെ പേൻ ശല്യം മാറിക്കിട്ടാനും ഏറ്റവും നല്ലതാണ് ആര്യവേപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് നിങ്ങൾ എപ്പോഴും ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കണം. ചെറിയ രീതിയിൽ പൊടിയൊക്കെ അടിച്ചാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളത് നല്ലപോലെ വാഷ് ചെയ്യാത്തത് കൊണ്ട് അത് പറ്റിപ്പിടിച്ചിരുന്നാലും താരൻ അധികമാവുകയുള്ളൂ. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടും താരൻ മാറില്ല. അപ്പോൾ നമ്മളെപ്പം ഇതുപോലെയുള്ള ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴും അരിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു നീര് മാത്രം തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ അരിപ്പ വെച്ച് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. കുളിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് താരൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് സ്കാൽപ്പിലാണ്. അപ്പോൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള അത്രയും ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനി കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം യൂസ് ചെയ്യാനുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് അങ്ങനെ യൂസ് ചെയ്യാനും പറ്റും. ആദ്യത്തെ യൂസ് തന്നെ താരനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ഇനി നല്ലപോലെ താരൻ ഉള്ളവരാണെങ്കിൽ 2-3 യൂസ് തന്നെ കംപ്ലീറ്റ് ആയിട്ടും മാറിക്കിട്ടും. അപ്പോൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ മുടി പൊട്ടി പോകുന്ന പ്രശ്നമുള്ളവരാണെങ്കിൽ അവർ മുടിയിലേക്കും കൂടെ തേച്ച് കൊടുക്കാം. പിന്നെ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത്. ഇത് തേച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. നിങ്ങൾ താരൻ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് താരന് മാറ്റം ഇല്ലെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ യൂസിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും. ചൊറിച്ചിലൊക്കെ നന്നായിട്ട് തന്നെ കുറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്